കഴിഞ്ഞ കൊല്ലം ഈ സമയമായിരുന്നു എന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു മാറ്റം സംഭവിച്ചൊരു ദിവസം. അതായത് എന്റെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണെന്ന് എന്നെ തിരിച്ചറിയിച്ച ഒരു ദിവസമായിരുന്നു ഫെബ്രുവരി 23. ഓക്കെ, അതായത് ഇപ്പൊ നിങ്ങൾ കാണുന്ന ഈ ഒരു വിഷ്ണു അല്ലെ, എല്ലാത്തിനും റിബലാണ് അല്ലെ. ഇപ്പൊ പ്രൈം മിനിസ്റ്ററിനും ഭയമില്ല, പ്രസിഡന്റിനും ഭയമില്ല, ഈ പറയുന്ന അല്ലെ എലോൺ മസ്കും ഡൊണാൾഡ് ട്രംപും. ഓക്കെ, അപ്പൊ ഒരു ഭ്രാന്തരായിട്ട് എന്നെ കുറെ പേര് ചിത്രീകരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ കുറച്ച് അറിവുള്ളവരായിട്ട് ചിത്രീകരിക്കുന്നുണ്ട്, പല പല ഒപ്പീനിയൻസ് എന്റെ അടുത്തേക്ക് വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ അതൊന്നും എന്നെ സംബന്ധിച്ച കാര്യമല്ല. പക്ഷെ എന്റെ ലൈഫിൽ ഏറ്റവും വലിയ റിയാലിറ്റി, അതായത് എന്റെ ജീവിത ലക്ഷ്യം എന്താണ്, എന്റെ കർമ്മം എന്താണ്, എന്റെ ധർമ്മം എന്താണെന്ന് എന്നെ മനസ്സിലാക്കിയ ഒരു ദിവസമായിരുന്നു ഇന്ന്. അതായത് വേറെ ഒന്നുമല്ല, എന്റെ ഫ്രണ്ട്സായിട്ട് ഞാൻ ഒരു ട്രിപ്പ് പോയി. ആ ഒരു ട്രിപ്പിന്റെ ഇടയിൽ വെച്ചായിരുന്നു എന്റെ ആ ഒരു സ്പിരിച്വൽ അവേക്കനിങ്ങിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ്. ഓക്കെ, ഏതൊരു കാര്യത്തിനും ഫസ്റ്റ് സ്റ്റെപ്പ് ഉണ്ട്. ഞാനിപ്പോൾ 365 സ്റ്റെപ്പ് കഴിഞ്ഞ ശേഷമാണ് നിങ്ങളുടെ അടുത്ത് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ പറയുന്ന എല്ലാവിധ കാര്യങ്ങളും എനിക്കറിയാം. അതായത് ഈ സമസ്ത പ്രപഞ്ചത്തിനെ കുറിച്ച് എനിക്കറിയാം, ഈ ജീവജാലങ്ങളെ കുറിച്ച് അറിയാം, ഈ ശരീരത്തിനെ കുറിച്ച് അറിയാം. ഏതൊരു ഡോക്ടറിനും ഏതൊരു സ്പിരിച്വൽ ആൾക്കും എന്നോട് സംസാരിക്കാവുന്നതാണ്. ഓക്കെ, എന്നെക്കാട്ടിയും കൂടുതൽ ഈ ശരീരത്തിനെ കുറിച്ചും ഈ പ്രപഞ്ചത്തിനെ കുറിച്ചും യൂണിവേഴ്സൽ രഹസ്യത്തിനെ കുറിച്ചും ആർക്കും അറിയാൻ സാധിക്കില്ല. അപ്പോൾ ഒരു വർഷം, ഓക്കെ, അതായത് ഇന്നേക്ക് ഒരു വർഷം കൊണ്ടാണ് ഞാൻ ഈ കാര്യങ്ങളെല്ലാം സമ്പാദിച്ചിരിക്കുന്നത്. ഓക്കെ, ലോകത്തിലെ ഏറ്റവും വലിയ മിസ്റ്റീരിയസ് ആയിട്ടുള്ള മരണം അതുപോലും അറിഞ്ഞവനാണ് ഞാൻ. അതായത് ഞാൻ ഒരു സിംപ്ലിഫൈഡ് കുണ്ടലിനി യോഗ മാസ്റ്ററാണ്, അതോടൊപ്പം തന്നെ ബ്രഹ്മജ്ഞാനം കോഴ്സ് ഉണ്ട്, കൈകൽപ്പ യോഗ മാസ്റ്ററാണ്. അപ്പോൾ ഇതെല്ലാം കൊണ്ട് തന്നെ ഭഗവത്ഗീത ജ്ഞാനിയാണ്, വേദങ്ങളുടെ ജ്ഞാനിയാണ് ഞാൻ. ഓക്കെ, വേദങ്ങളെല്ലാം അതിന്റെ സാരാംശം എനിക്കറിയാം. ഓക്കെ, അപ്പോൾ ഇതെല്ലാം ആൻഷ്യന്റ് ആയിട്ടുള്ള നമ്മുടെ സനാതന ധർമ്മത്തിൽപ്പെട്ട കാര്യങ്ങളാണ്. ഓക്കെ, ഇന്ത്യ എന്നുള്ള മഹാരാജ്യം അല്ലെ, ഭാരതം എന്നുള്ള മഹാരാജ്യത്തിലെ വേദങ്ങളും മഹർഷിമാരും നമ്മുടെ പുരാതനമായ കാര്യങ്ങൾ എല്ലാം ഞാൻ പഠിച്ചു കഴിഞ്ഞു. ഓക്കെ, ഒരു വർഷം കൊണ്ട് 365 ദിവസം കൊണ്ട് ഞാനിപ്പോൾ പഠിച്ചു കഴിഞ്ഞു. ഇപ്പൊ എനിക്ക് ആരെയും ചലഞ്ച് ചെയ്യാം, ഏതൊരു ഡോക്ടറെ ആണെങ്കിലും, ഏതൊരു സയന്റിസ്റ്റിനെ ആണെങ്കിലും, എലോൺ മസ്കിനെ ആണെങ്കിലും എല്ലാവരെയും ചലഞ്ച് ചെയ്യാൻ സാധിക്കും. അതോടൊപ്പം തന്നെ എന്റെ ലക്ഷ്യം ലോകത്തിലെ എല്ലാവരുടെ പട്ടിണിയും അസുഖവും മാറണം. എല്ലാവർക്കും ഈ പറയുന്ന എന്റെ റിലാക്സ് ഫോഴ്സിന്റെ 20 പ്രൊജക്ട് ഉണ്ട്. ആ 20 പ്രൊജക്റ്റും വെച്ചിട്ട് ലോകം മുഴുവൻ കംപ്ലീറ്റ് ആയിട്ട് പച്ച പുതപ്പിച്ച് ശുദ്ധമായ പ്രാണവായു, ശുദ്ധമായ ജലം, ശുദ്ധമായ ഭക്ഷണം ഇതെല്ലാം നൽകുമെന്നും ഞാൻ പറയുന്നുണ്ട്. അപ്പൊ എന്റെ ഡ്രീമും ഏറ്റവും വലുത് തന്നെയാണ്, എന്റെ അറിവും ഏറ്റവും വലുത് തന്നെയാണ്. ഓക്കെ, അപ്പൊ ഇതെല്ലാം കൊണ്ട് 365 ദിവസം കൊണ്ട് എനിക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ഈ പറയുന്ന അമേരിക്കയിലെല്ലാം കിടക്കുന്ന വലിയ വലിയ നിങ്ങളെല്ലാം പൂജിച്ച ആൾക്കാരെല്ലാം മനസ്സിരിപ്പ് ഞാൻ അറിഞ്ഞു. അതെല്ലാം ഇപ്പോൾ നിങ്ങൾ മുമ്പിൽ തന്നെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം എനിക്ക് എന്റെ റൂമിൽ ഇരുന്ന് തന്നെയാണ് എന്റെ ഈ മെഡിറ്റേഷൻ, എന്റെ യോഗ, എന്റെ ഇൻഡ്യൂഷൻ ഇതെല്ലാം വഴി ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറയുന്ന ഈ കാര്യങ്ങളെല്ലാം, അതായത് ഈ പറയുന്ന ഡെമോക്രസിയിലെ വിഡിത്തരങ്ങളാണെങ്കിലും എന്റെ ഭൂമിനെ പരിശുദ്ധമാക്കുന്നതാണെങ്കിലും അതെല്ലാം ഇനി പോകുന്ന കാലത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പൊ ഏറ്റവും വലിയൊരു ഫൗണ്ടേഷൻ ആണ് ഞാൻ കെട്ടിരിക്കുന്നത്. അതായത് ഒരു തറ പണിത് കഴിഞ്ഞു, അതായത് എന്റെ റൂട്ട് ഗ്രോത്ത് കഴിഞ്ഞു. ഇനി പൊക്കത്തേക്കൾ വളർച്ച അത് ഏറ്റവും എളുപ്പത്തിന് സാധിക്കും. കാരണം ഞാൻ അവൈക്ക് ആയതുപോലെ തന്നെ 5% ആൾക്കാർ ഇവിടെ അവൈക്ക് ആയിട്ടുണ്ട് ഈ ഭൂമിയിൽ. ഓക്കെ, അതായത് ഭൂമിയുടെ സെക്കൻഡ് ബർത്തിന് വേണ്ടി ഹോളി എർത്ത്, പരിശുദ്ധമായ ഭൂമി അത് സൃഷ്ടിക്കേണ്ട ആവശ്യം തന്നെയാണ്. അപ്പോൾ അതിനുവേണ്ടി ഏറ്റവും ഫസ്റ്റ്ലി എവേക്ക് അയാളാണ് ഞാൻ. ഓക്കെ, അപ്പൊ എവേക്കിനെ കുറെ പേര് ഭ്രാന്തായിട്ട് കണ്ടു, കുറെ പേർക്ക് എന്തോ തിരിഞ്ഞായിട്ട് കണ്ടു. പക്ഷെ ആക്ച്വലി അതെന്റെ തേർഡ് ഐ ഓപ്പൺ ആയത്. അതായത് നിങ്ങളെല്ലാം കണ്ണു അടച്ചും ചെവി അടച്ചും നടക്കുന്ന കാര്യങ്ങൾ എല്ലാത്തിന്റെ സത്യാവസ്ഥ എനിക്കറിയാൻ സാധിക്കും. ഓക്കെ, അപ്പൊ എന്റെ ഇൻഡ്യൂഷൻ തന്നെയാണ് റിയൽ. അതിൽ എന്റെ വീഡിയോയിൽ നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാൻ പറ്റും. ഞാൻ ഒരുപാട് മാസം മുമ്പ് പറഞ്ഞ കാര്യങ്ങൾ എല്ലാത്തിന്റെയും ഇപ്പൊ നടക്കുന്നുണ്ട് കാര്യങ്ങൾ. അപ്പോൾ ഇന്ന് ഞാൻ പറയുന്ന കാര്യം 6 മാസം കഴിയുമ്പോഴും സക്സസ് ആയിട്ട് നടക്കുന്നതാണ്. ഓക്കെ.